ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അതായത് പാസ്തയാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് നൂഡിൽസ്, പാസ്ത ഒക്കെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു വേ ഓഫ് പ്രിപ്പറേഷനാണ്. ഇതൊരു ഓത്തൻറ്റിക് റെസിപ്പിയൊന്നും എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും. അതിപ്പോൾ ഏത് റെസിപ്പി ആണെങ്കിലും എനിക്ക് ഏറ്റവും പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിയണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടും അത് ടേസ്റ്റി ആയിട്ടാണെങ്കിൽ പിന്നെ വേറെ മോഡിഫിക്കേഷനൊന്നും വരുത്താറില്ല. എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈലാണ്. ഞാനപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ കുറച്ച് മുൻപൊക്കെ, ഇപ്പോൾ ഒന്നും അധികം റെസിപ്പീസ് അങ്ങനെയൊന്നും ഇടാറില്ല. മുൻപൊക്കെ കുക്കിംഗ് വീഡിയോസ് ഇട്ടിരുന്നു. മൈ ഓൺ റെസിപ്പീസാണ് അതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ അതിലേക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. പാസ്ത ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഞാനതിൻ്റെ റെസിപ്പി ഇതുവരെ വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊരു നോൺ വെജാണ്. ഇത് നമുക്ക് എഗ് ഒഴിവാക്കിയിട്ട് വെജായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഞാനിതിൽ ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടില്ല. ക്യാപ്സിക്കം പിന്നെ അതുപോലെ ബീൻസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള സമയത്ത് അത് ഇടാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ക്യാപ്സിക്കും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇപ്പം അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്ത് വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചൂട് കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് വെച്ചു. അപ്പോൾ അതിലേക്ക് ഏകദേശം 1 ലിറ്ററോളം വെള്ളം. അപ്പോൾ ഞാൻ എത്രയാണോ പാസ്ത എടുക്കുന്നത് അത് അതിൽ മുങ്ങിക്കിടക്കണം. നമുക്ക് അങ്ങനെ കട്ട പിടിക്കാതെ ഇളക്കാനായിട്ട് പറ്റണം. അത്രയൊരു ലൂസിൽ കിടക്കണം. ആ ഒരു അളവിലാണ് ഞാൻ വെള്ളം എടുക്കാറ്. അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഏകദേശം 1 ലിറ്ററോളം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അത് കുറച്ച് ഓയിലും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് ചൂടായി വരുമ്പോഴാണ് അതിലേക്ക് പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഓയിൽ ഒഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി. 2 പാസ്തയുടെ ഇത് 2 എണ്ണം കൂടി തിളച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പോകും. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ആദ്യം ഒഴിക്കുന്നത്. അത് നിങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അത് വേവിച്ച് മാറാൻ വെക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വേറൊരു കടായിൽ കുറച്ച് മുട്ട നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ, വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗ് ഒന്ന് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെയിം പാനിൽ തന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, 1-2 വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി, കുറച്ച് സവോള അത് കൂടെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊരു നന്നായി ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പ് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അതിടാം, അതെല്ലാം വാങ്ങിച്ചതാണെങ്കിൽ അതിടാം. പിന്നെ ഒരല്പം മല്ലിപ്പൊടി ഞാൻ ഒരിത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുളക് പൊടിയൊക്കെ ഒരല്പം മാത്രം. ഞാൻ ഇട്ട അളവ് കണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു നുള്ളു മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരല്പം കസ്തൂരി മേത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഇട്ടതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്തയിൽ കസ്തൂരി മേത്തി ഒന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടിട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴും ഇടാറുണ്ട്. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇടാറുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പം നമ്മളിലേക്ക് പാസ്ത ഇടുമ്പോൾ അതിലേക്ക് മിക്സ് ആവില്ല. അപ്പോൾ അതിന് കുറച്ച് അതിൽ ഗ്രേവി പോലെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. പാലിന് പകരം വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പാലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു സെമി ഗ്രേവി ടൈപ്പ് ആകുമ്പോൾ നമ്മളതിലേക്കാണ് നമ്മുടെ പാസ്ത വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. നമുക്കിതിൽ ക്യാപ്സിക്കൊക്കെ ഈ വെജിറ്റബിൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ക്യാപ്സിക്കം, ബീൻസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിടാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടുതലും മല്ലിയില മാത്രമാണ് ഇടുക. പുതിനയിലും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് കഴിക്കുന്ന നേരത്ത് വേണമെങ്കിൽ നമുക്ക് സോസും കൂടെ ആഡ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ, അതല്ലെങ്കിൽ ടീനേജ് ആൾക്കാരാണെങ്കിൽ അവർ ഉണ്ടാക്കി നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.